കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അൽഫഹാം ചിക്കൻ മന്തിയാണ്. മന്തി നമ്മൾ പലതരത്തിൽ കഴിക്കാറുണ്ടെങ്കിലും അൽഫഹാം ചിക്കൻ മന്തിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അൽഫഹാം ചിക്കൻ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിൽ നമ്മൾ മന്തി തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി പറയാനേ ഇല്ല. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് വളരെ രുചിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അൽഫഹാം ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അൽഫാം ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോയിലും താഴെയുള്ള ഒരു ചിക്കനാണ്. ചിക്കൻ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ സ്കിന്നൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലും കഴുത്തും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ആ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ആഴത്തിൽ വരകൾ ഇട്ട് കൊടുക്കാം. മസാല നല്ലോണം പിടിക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കും. കാലിൻ്റെ ഭാഗത്തൊക്കെ നിറയെ വരകൾ ഇട്ട് കൊടുക്കാം. 4 പീസ് ചിക്കനിലും ഇതേപോലെ ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ട് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ 2 പ്രാവശ്യമായിട്ടാണ് മസാല പുരട്ടുന്നത്. ഇത് ഫസ്റ്റ് മാരിനേഷനാണ്. അപ്പോൾ നല്ലപോലെ മസാല പിടിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അരമണിക്കൂർ വരെ ഇതിങ്ങനെ വച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു ചെറിയ സവാള, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനിൽ മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് അറബിക് മസാല പൗഡറാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ചേർക്കുക. എന്നിട്ട് ഈ മസാലകളൊക്കെ ചിക്കനിൽ വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ധാരാളം മസാല ഉണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം മസാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. ഈ മസാലയിൽ കിടന്നിട്ട് ചിക്കൻ ഇങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല ടെൻഡറായിരിക്കും ചിക്കൻ. അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ചിക്കൻ ഞാൻ മറ്റൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മുഴുവൻ മസാലയും ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണം. ഒരു 8-10 മണിക്കൂർ വരെയൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. സമയമില്ലെങ്കിൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കി എടുക്കണം. മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട്, എല്ലിൻ്റെയും കാലിൻ്റെ അറ്റത്തുള്ള ഭാഗം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 1/4 കപ്പ് വരെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, പിന്നെ ചേർക്കുന്നത് 6 കപ്പ് വെള്ളമാണ്. നമുക്ക് 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ആവശ്യമുള്ളത് 3 കപ്പ് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 6 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ചൊക്കെ വെള്ളം വറ്റും. ബാക്കി ഒരു 4-5 കപ്പ് വെള്ളം മാത്രമേ, സ്റ്റോക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. ലോക്ക് ചെയ്ത് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ടൊരു 20 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നല്ലോണം വെന്ത് നല്ലൊരു സ്റ്റോക്ക് നമുക്ക് കിട്ടും. ഈ ഒരു പാത്രം നിങ്ങൾക്ക് ഇൻഡക്ഷൻ അടുപ്പിലും വെക്കാം കേട്ടോ. ഗ്യാസ് അടുപ്പിൽ മാത്രമല്ല ഏത് തരം അടുപ്പിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കിത് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 7-8 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിലിപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ടാവും. ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. മസാലയോടുകൂടി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഇതിൽ നിരത്തി വെച്ചതിന് ശേഷം
ബൗളിൽ ബാക്കിയുള്ള മസാല കുറച്ചൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ചിട്ട് വേവിച്ചാൽ മാത്രമേ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കാരണം നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് 15 മിനിറ്റ് തന്നെ വേണ്ടി വരും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ടാവും. 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ ഇതിലെ സ്റ്റീമൊക്കെ കണ്ടില്ലേ, ഇതിലിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനി ഇത് നമുക്ക് കളഞ്ഞാൽ മതി ഇതിലെടുത്തിട്ട്. അപ്പോൾ സ്റ്റീമൊന്നും പുറത്തൊന്നും ആവാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റോക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് വല്ല സ്നാക്സോ മറ്റോ ഉണ്ടാക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഈ സ്റ്റോക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രഷർ കുക്കർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടായ കുക്കറിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴറ്റി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. പച്ചക്കറികൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ധാരാളം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 4 പച്ചമുളകും കൂടി ചേർക്കാം. ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്യൂബ് ചേർത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ ചേർക്കുന്നത് 2 ബേ ലീവ്സാണ്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു 2 നുള്ളു വരെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അറബിക് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക. 1/4 ടീസ്പൂണിലും കുറവായിട്ട് മാത്രം മഞ്ഞൾ ചേർത്താൽ മതി. ഞാൻ പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തതാണ്. ഇതുപോലെ 2 ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയിട്ടാണ് ഈ 1/4 ടീസ്പൂൺ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മന്തിക്ക് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഉണക്ക നാരങ്ങയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയത് ചേർത്താലും മതി. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നത് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. റൈസിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം നമ്മളിന്ന് 3 കപ്പ് അരി ഉപയോഗിച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് അഥവാ കുറവാണെങ്കിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് 4.5 കപ്പാക്കിയിട്ട് എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഈ വെള്ളം നല്ല പോലെ തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ചധികം ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ നല്ലൊരു അൽഫാം ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ടങ്ങ് മൊരിഞ്ഞ് വരണം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഈ എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ ബസ്മതിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച റൈസാണ്. ഇനി ഈ വെള്ളം മുഴുവൻ നമുക്ക് നന്നായിട്ട് അങ്ങ് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഈ റൈസ് മുഴുവനും തിളക്കുന്ന ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ വീണ്ടും ഇത് നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പോലെ തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വരെ നമുക്ക് ഈ റൈസ് നന്നായിട്ടങ്ങ് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ മന്തി റൈസ് റെഡിയാവും. അപ്പോൾ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് നല്ല പോലെ അതിൽ വെള്ളമൊക്കെ വറ്റി അതിൽ എക്സ്ട്രാ വരുന്ന കുറച്ച് മസാല ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞു പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ബാക്കി വെള്ളമൊക്കെ വറ്റി നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മൊരിഞ്ഞ ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശവും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. നമ്മൾ ഗ്രില്ലിൽ അല്ലെങ്കിൽ ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന അതേ അൽഫഹാം ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്, ഒരു സംശയവും വേണ്ട. അപ്പോൾ രണ്ടാമത്തെ വശവും കൂടി നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫഹാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ റൈസ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് കണ്ടില്ലേ നല്ല പോലെ വെന്തിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് ഒരുപാടങ്ങ് ഇളക്കണ്ട, റൈസ് ഉടഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പോലെ വെന്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൈസ് ഇതേപോലെ ഒന്ന് നേരത്തെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത അൽഫാം ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈസും ചിക്കനും ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്റ്റീൽ ബൗൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കത്തിച്ചെടുത്ത ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ചെറിയ കഷ്ണം ചാർക്കോൾ നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഞാൻ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പോലെ കത്തി കിട്ടിയിട്ടുണ്ട്. അത് ഈ സ്റ്റീൽ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ലോക്ക് ചെയ്ത് കൊടുക്കാം. പുക മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം, ഒട്ടും പുറത്തേക്ക് പോവാതെ നന്നായിട്ടങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ചൂടുണ്ട് പാത്രത്തിന്, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ മുഴുവൻ പുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇനി പാത്രം നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചിയേറിയ അൽഫാം ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ചിക്കനൊക്കെ സൈഡിലാക്കി വെച്ചതിന് ശേഷം ആദ്യം റൈസ് മുഴുവൻ ഒരു തളികയിലേക്ക് നമുക്ക് വിളമ്പാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കൻ മന്തി നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്